ഞാനെങ്ങനെ ഇവിടെ എത്തി? എന്ത് പറ്റി എനിക്ക്? എന്താ ഇനി ചെയ്യാ? മുതലാളി, അച്ഛാ, തൃശൂൽ, ഇവനെങ്ങനെ ഇവിടെ വന്നു? അച്ഛൻ നിങ്ങൾ രണ്ടുപേരും ഇവിടെ എങ്ങനെ എത്തി? അതൊന്നുമല്ല മോനെ, ഞങ്ങള് പിന്നെ വീട്ടില് വീട്ടില് ഇവനൊരു പണിയില്ലാതെ നിക്കാന്ന് പറഞ്ഞ് വെറുതെ എന്നെ ഇവിടെ കൊണ്ടുവന്ന് പെടുത്തിയവൻ. ഇവനെ രക്ഷിക്കാൻ വേണ്ടി വന്നിട്ട് ഇപ്പൊ ഞാനും പെട്ടിരിക്കുക. നന്നായി, കൃത്യസമയത്താ മോനെ നീ എത്തിയത്. അല്ല, നീ എന്താ ഇവിടെ? വീട്ടിലിരുന്നവൻ കണ്ണുറന്നപ്പോ ഇവിടെ എത്തിയെന്ന് പറഞ്ഞ രണ്ടുപേരും പേടിക്കും. തൃശൂൽ, നിന്നോടാ ഞാൻ ചോദിച്ചത്. അതച്ചാ, ഞാൻ എസ്റ്റേറ്റിന് അവിടേക്ക് ഇറങ്ങിയതാ. പക്ഷെ വഴി വെച്ച് ഒരു സൗണ്ട് കേട്ടു. അതെന്താണെന്ന് നോക്കിയപ്പോ നിങ്ങൾ ഇവിടെ നിൽക്കുന്നു. എന്തായാലും നീ വന്നല്ലോ, നിന്നെ ദൈവമായിട്ട് പറഞ്ഞു വിട്ടതാ മോനെ. പക്ഷെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അച്ഛാ, 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 ഇത് പിടിക്കും. മുന്നോട്ടോ, മുന്നോട്ടോ. സൂക്ഷിച്ചു വരും, ഞാൻ പിടിച്ചിട്ടുണ്ട്. പതുക്കെ 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 മുന്നോട്ട് സൂക്ഷിച്ച പതുക്കെ അടിക്കോ. ഒന്നും പറ്റിയില്ലല്ലോ. അല്ല അച്ഛാ, നിങ്ങൾ എന്തിനാ ആ സ്ഥലത്ത് പോയി നിന്ന്? നിങ്ങൾക്ക് എന്താ പറ്റിയേ? അത് വിടുമോനെ, നിന്നെ ദൈവമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന. തൃശൂൽ, ഭക്ഷണം കഴിക്ക്. നന്നായിട്ടുണ്ട്. അതെ, നന്നായിട്ടുണ്ട്. ഇതുവരെ കഴിച്ചില്ല, പിന്നെ എങ്ങനെയാ പറയാൻ പറ്റുക? തൃശൂൽ, ഭക്ഷണം കഴിക്കാനാ പറഞ്ഞത്. എന്തേ കാണിക്കുന്നേ? എന്റെ കൈവിട്. തൃശൂൽ, എല്ലാരും നോക്കുന്ന കണ്ടില്ലേ? കൈവിട്. എന്താടാ കൊച്ചുമോനെ? ഭാര്യ അടുത്തുണ്ടെങ്കിൽ പിന്നെ ചുറ്റുമുള്ളവരെ ഒന്നും നീ കാണുന്നില്ലേ? എടാ ചെറുക്ക, ഭാര്യയൊരുവൾ വീട്ടിലുണ്ടെങ്കിൽ നിനക്കത് പുണ്യമായി മാറും. ഭാര്യയൊരുവൾ കൂടെയുണ്ടെങ്കിൽ നീയൊരു വലിയ സിപ്പായി, ഞാനൊരു ചെറിയ പിപ്പായി. എന്താടാ മോനെ ഇത്? നീ ഈ ലോകത്തെങ്ങും അല്ലേ? തൃശൂൽ, അവളെ നോക്കണ്ട. അവളെ നോക്കിയാൽ നീ നിന്നെ തന്നെ മറക്കും. പ്ലീസ്, അവളെ നീ അവോയ്ഡ് ചെയ്യണം. പ്ലീസ് അവോയ്ഡ് ചെയ്യവള്.
അവള് നോക്കല്ലേ. ഏയ്, ഇതെന്താണത്? എന്റെ തല എന്റെ വാക്ക് കേൾക്കുന്നില്ലല്ലോ. തൃശൂർ, അങ്ങോട്ടേക്ക് തിരിയല്ലേ. അങ്ങോട്ട് തിരിയാതെ നിൽക്ക്. ഈ തല എന്താ തിരിയാത്ത? തിരി. ഗുഡ് ബോയ്. ഇതെന്താ ഇത്? തല മാത്രമല്ല, ബോഡി തന്നെ എന്റെ വാക്കുകൾ കേൾക്കുന്നില്ലല്ലോ. എന്താ? ഒന്നുമില്ല. എല്ലാവരുടെ മുന്നിൽ വെച്ച് അങ്ങനെയൊക്കെ ചെയ്ത ആള് ഇപ്പൊ ഇവിടെ ഒറ്റയ്ക്കായപ്പോ എന്താ ഇങ്ങനെ നിക്കുന്നേ? ഞാൻ ഇങ്ങനെയല്ലായിരുന്നല്ലോ. എന്താ ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? നല്ലൊരു ചെക്കനായിരുന്നു. ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെയായേ? അല്ല, ഒന്ന് കെട്ടിപ്പിടിച്ച ഇങ്ങനെയൊക്കെ ആവോ? തൃശൂൽ, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഒന്നുമില്ല. തൃശൂൽ, അത് നാളെ നമുക്കൊന്ന് പുറത്തു പോകണമായിരുന്നല്ലോ. ശരി, അതിനെന്താ, നമുക്ക് പോ. എവിടെയാ പോകുന്നെന്ന് പോലും ചോദിച്ചില്ലല്ലോ. അതുകൊണ്ട് ശിവാന, നീ എവിടേക്ക് വിളിച്ചാലും ഞാൻ വരും. നാളെ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന സ്ഥലം നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകും. നിന്റെ സംശയങ്ങളെല്ലാം അവിടെ ചെല്ലുന്നതോടുകൂടി മാറിക്കിട്ടുന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് പോവാല്ലേ തൃശൂൽ? അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാത്തിനും പരിഹാരം കിട്ടുമെന്ന് നിനക്കെങ്ങനെ മനസ്സിലായത്? അത് അവിടെ ശിവന്റെ പ്രതിഷ്ഠയാണുള്ളത്. അവിടെ ചെന്നു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടുമെന്ന് ആരും എന്നോട് പറഞ്ഞായിരുന്നു. അതുകൊണ്ടാ പോവാന്ന് പറഞ്ഞത് തൃശൂൽ. ശരി, നമുക്ക് പോവാം. താങ്ക് യു തൃശൂൽ. ശരി, കിടന്നോ. എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്തുകൊണ്ട്? ശിവാനെ കെട്ടിപ്പിടിക്കണമെന്ന് എനിക്ക് എന്തുകൊണ്ടാ തോന്നുന്നത്? തൃശൂൽ, വേണ്ടെന്ന് പറഞ്ഞാലും എന്തിനാ അവളെ താലോലിക്കാൻ തോന്നുന്നേ? തൃശൂൽ, നീ നല്ലവനടാ, പ്ലീസ്. തൃശൂൽ, എന്താ ഇങ്ങനെ നോക്കുന്നേ? അല്ല, നമ്മുടെ രണ്ടുപേരെ കൂടാതെ അവിടെ വേറെ ആരും ഉണ്ടാവില്ലേ? എന്തു പറ്റി തൃശൂൽ? അമ്പലം എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിട്ട് ഇവിടെ എനിക്ക് ഭക്തി വരുന്നതിന് പകരം പേടിയാ തോന്നുന്നേ. ഞാൻ നിന്റെ കൂടെ തന്നെയുള്ളപ്പോ എന്തിനാ പേടിക്കുന്നത് തൃശൂൽ? തൃശൂൽ, വാ പോവാം. ഇവര് രണ്ടുപേരും എങ്ങോട്ടേക്കാണ് ഈ പോകുന്നത്? ശിവാനി, നമ്മളത് എവിടേക്ക് പോവാ? നാഗവനത്തിലേക്ക്. നാഗവനത്തിലേക്കോ? അല്ല, നാഗവനത്തില് പാമ്പുകൾ ഉണ്ടായിരിക്കില്ലേ? ഉണ്ടാവും. തൃശൂൽ, പേടിക്കണ്ട. നാഗങ്ങള് നമ്മളെ ഒന്നും ചെയ്യില്ല. ആ ജീവികള് മനുഷ്യരുടെ അത്രയും ദുഷ്ടരല്ല. നിന്റെ സംശയങ്ങൾക്കും നിന്റെ ചോദ്യങ്ങൾക്കും ഒക്കെ ഇവിടെ മാത്രമേ ഉത്തരം കിട്ടൂ തൃശൂൽ. വാ, നടക്ക.
വന്നു. സത്യങ്ങൾ അറിയാനുള്ള സമയം വന്നു. പഴയ കാലങ്ങൾ ഓർത്തെടുക്കുവാനുള്ള സമയം വന്നു. ദുഷ്ടന്മാർക്ക് കലികാലം, ശിഷ്ടന്മാർക്ക് കാലഭൈരവന്റെ അനുഗ്രഹം ലഭിക്കുവാനുള്ള സമയം. ജയ് ഭോലേനാഥ്. മുതലാളി, എന്താ അന്തീശ? എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. എന്താടാ കാര്യം? ഞാനിത് ചോദിക്കുന്നോണ്ട് മുതലാളി ഒന്നും കരുതരുത്. ദിവസങ്ങൾ കഴിയുന്തോറും അങ്ങയുടെ ദേഷ്യം കൂടി വരിക. ദേഷ്യം കൂടി വരുമ്പോ എല്ലാരോടും ചാടിക്കടിക്കും മുതലാളി. എന്താ കാരണം അറിയില്ല. മുമ്പൊക്കെ മുതലാളി എല്ലാം എന്നോട് പറയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും അല്ല മുതലാളി. ദേഷ്യവും വാശിയും നിരാശയും ഒക്കെയാ. എന്തിനാ ഇങ്ങനെയൊക്കെ? എന്താണല്ലോ എന്നോട് പറഞ്ഞൂടെ? നീ പറയുന്നതൊക്കെ സത്യമാണോ അന്തീശ? എനിക്കും ഇത് മനസ്സിലാവുന്നുണ്ട്. ചില സമയം ഞാൻ എവിടെയാണ്, നമ്മുടെ ചുറ്റിനുമുള്ളത് ആരൊക്കെയാണ്, അവർ നമ്മുടെ ശത്രുക്കളാണോ സ്നേഹിതരാണോ, ഇങ്ങനെയുള്ള ചിന്തകൾ എനിക്ക് കൂടിക്കൂടി വരും. ശത്രുക്കളുടെ ശക്തി നമ്മളെക്കാൾ കൂടിയിരിക്കുന്നത് കൊണ്ട് ആശങ്ക, ഭയം ഇതെല്ലാം വേട്ടയാടും. നമ്മൾ നമ്മുടെ ശത്രുക്കളെ തേടി നടക്കുന്നത് പോലെ അവരും ഇപ്പൊ നമ്മളെ അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ടോ നന്ദീശ? അവർ നമ്മളെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമ്മൾ ആദിശേഷനെ കണ്ടുപിടിച്ചു. മുതലാളി, വീണ്ടും അവരുടെ പേര് പറയല്ലേ. പറഞ്ഞ നമ്മളാരും ഇവിടെയല്ല, വേറെ സ്ഥലത്തായിരിക്കും പോയി കിടക്കാൻ. ഒരു തവണ നമ്മൾ മരണത്തെ മുഖാമുഖം കണ്ടതല്ലേ, അത് ഓർക്കുമ്പോ തന്നെ എനിക്ക് കിടുകിടാന്ന് വിറയ്ക്കുക. അന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് വന്നതാ. ഇനി ഒരിക്കൽ കൂടി അങ്ങനെ സംഭവിച്ചാ അത് ആലോചിക്കാൻ കൂടി വയ്യ മുതലാളി. വേറെ എന്ത് പേരാണെങ്കിലും പറഞ്ഞു, പക്ഷെ ആ പേര് മാത്രം പറയില്ല മുതലാളി. വേണ്ട വേണ്ടെന്ന് ഞാൻ എത്ര വിചാരിച്ചാലും അവന്റെ പേരെന്റെ നാവിന്റെ തുമ്പത്ത് വരും. 24 വർഷങ്ങളായിട്ട് ആ പേരാണ് ഞാൻ തേടി നടന്നത്. പക്ഷെ ഇപ്പൊ ആ പേര് പറയാൻ പോലും പേടിയാവുക. ഇനി ആ ഭയത്തിൽ നിന്നും പുറത്തു വരണമെങ്കിൽ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങി അവരെ തേടി കണ്ടുപിടിച്ച് അവരെ ഉന്മൂലനാശം ചെയ്യണം. അതിനൊരു വഴി തെളിയും. ഈ സമയത്ത് അവരെവിടെയാണോ എന്തോ. എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നു? ഈ മാറ്റം നിനക്കുണ്ടാവണം. ആ മാറ്റത്തിലൂടെ നീ ആരാണെന്ന് നീ അറിയണം. അതിനായിട്ടാണ് ഞാൻ നിന്നെ നാഗവനത്തിലേക്ക് കൊണ്ടുവന്നത് അതിശേഷം. ജയ് ഭോലേനാഥ്. ചിത്രത്തിലുള്ള കഥാപാത്രങ്ങൾക്ക് ജീവൻ വയ്ക്കുവാനുള്ള സമയം. ജീവൻ വെച്ച ചിത്രത്തിന് ഓർമ്മ വരുവാനുള്ള സമയം. ഓർമ്മ വെച്ച ചിത്രത്തിന് സത്യമറിയുവാനുള്ള സമയം. സത്യമറിയുവാനുള്ള സമയം. ജയ് ഭോലേനാഥ്. എന്താ തോന്നുന്നത് തൃശൂൽ? ഈ സ്ഥലം, ഈ ശിവലിംഗം, ഈ ചെടികളൊന്നും തന്നെ എനിക്ക് പുതിയതായിട്ട് തോന്നുന്നേയില്ല. ഈ സ്ഥലത്തേക്ക് ഒരുപാട് തവണ വന്നിട്ടുള്ള പോലെ, ആരോടോ ഇവിടെ വെച്ച് ഒരുപാട് സംസാരിച്ച പോലെ തോന്നാ എനിക്ക്. ഈ സ്ഥലം നാഗവനം.
നിന്റെ ലോകം, നാഗലോകം. നീ ഇവിടെ വന്നു എന്നത് സത്യമാണ്, ഇവിടെ ഓടി നടന്നതും സത്യമാണ്. അതാണ് നീ ഇപ്പോൾ അറിയേണ്ട സത്യം. സത്യമാണോ തൃശൂൽ? ഈ സ്ഥലത്തേക്ക് നീ മുന്നേ വന്നതായിട്ട് തോന്നുന്നുണ്ടോ നിനക്ക്? അതാ ശിവാനി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്നും എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. തൃശൂൽ, ഇതൊരു സാധാരണ സ്ഥലമല്ല. ഇത് കൈലാസനാഥന്റെ സന്നിധിയാണ്. മഹാമൃത്യുഞ്ജേശ്വരന്റെ ദേവസ്ഥാനമാണ്. അദ്ദേഹത്തെ വിശ്വസിക്കൂ തൃശൂൽ. നിന്റെ എല്ലാ സംശയങ്ങളും അദ്ദേഹം ദൂരീകരിക്കും. വാ തൃശൂൽ, വാ. ശിവാനി, ശിവാനി. തൃശൂൽ, എന്തു പറ്റി? എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ശിവാനി, കാണാൻ പറ്റുന്നുണ്ട് എനിക്ക്. ഞാനിവിടെ ഇവിടെ ശിവലിംഗത്തിന് മുന്നിൽ വന്ന് നിന്നതും ഈ സ്ഥലത്തിനെ വളരെ അടുത്ത് നിന്ന് കണ്ടതും ആരോട് ഒരുപാട് സംസാരിച്ചതും ഇതൊക്കെ എന്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. പക്ഷെ ഒന്നും എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. എല്ലാം നിനക്ക് മനസ്സിലാകും തൃശൂൽ. ഈ ശാന്തമൂർത്തി മഹാദേവനെ പ്രാർത്ഥിച്ച് നിന്റെ മനസ്സിനെ നീ ശാന്തമാക്കൂ. സമാധാനത്തോടെ ആലോചിക്കൂ തൃശൂൽ. എല്ലാം നിനക്ക് ഓർമ്മ വരും. ഈ കാശിനാഥൻ നിന്നെ അനുഗ്രഹിക്കും. യജമാനെ, 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 യജമാനെ. ആ ഇച്ഛാധാരി നാഗങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പോൾ ആ നാഗവനത്തിലേക്ക് പ്രവേശിക്കുന്നത് ഞാൻ കണ്ടു. നാഗവനത്തിലേക്ക് പ്രവേശിച്ചെന്നു? ഏത് നാഗവനം? അവർക്ക് അവിടെ എന്താണ് കാര്യം? നാഗവനം, നാഗമാണിക്യം നഷ്ടപ്പെട്ട സ്ഥലം. ഒന്നും മനസ്സിലാകുന്നില്ല അച്ഛാ. 23 വർഷങ്ങൾക്ക് മുൻപ് ദുഷ്ടമനുഷ്യർ നാഗമാണിക്യം മോഷ്ടിച്ചു കൊണ്ടുപോയ സ്ഥലമാണത്. അവിടെ ആദിശേഷനും ശിവാനിയും ഏകാന്തതയിലെല്ലാം മറന്നിരുന്നപ്പോൾ ആ ദുഷ്ടമനുഷ്യർ നാഗമാണിക്യം തട്ടിയെടുക്കുവാനായി അവിടെ വന്നു. അപ്പോൾ നടന്ന പോരാട്ടത്തിൽ ആദിശേഷന്റെ പ്രാണൻ നഷ്ടമായി. ആ ആദിശേഷന്റെ മറുജന്മമാണ് ഈ തൃശൂർ. അല്ല, ഈ കാര്യത്തിനും അവർ നാഗവനത്തിലേക്ക് പ്രവേശിച്ചതിനും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ബന്ധമുണ്ട്. തൃശൂലിനെ ഒരിക്കൽ കൂടി അവൻ സഞ്ചരിച്ച പാതകളെല്ലാം കൊണ്ടു നടന്ന് പരിചയപ്പെടുത്തി കൊടുത്താൽ അവനിൽ ചിലപ്പോൾ പൂർവ്വജന്മങ്ങളിലെ ഓർമ്മകൾ തിരിച്ചുവരാൻ സാധ്യതയുണ്ട്. അതിനു വേണ്ടിയാണ് അവൾ തൃശൂലിനെ നാഗവനത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അവനെല്ലാം ഓർമ്മ വരുമായിരിക്കും. ഓർമ്മ വന്നാൽ നമ്മുടെ എല്ലാം മരണം ഉറപ്പാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ അവരെ തടഞ്ഞേ മതിയാകൂ. അജിത്തെ, ചന്ദ്രഹാസ, നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ തന്നെ പോയി അവരിരുവരും നാഗവനത്തിൽ പ്രവേശിക്കാതെ നോക്കണം. വേഗമാട്ടെ. ഈ പോരാട്ടത്തിന് വേണ്ടിയുള്ള ശക്തി ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം. ശരി, ഞങ്ങൾ അവരെ തടയാം. ആദിശേഷന്റെ കഥയും തീർക്കാം. എന്താ ഇത് ചന്ദ്രഹാസ? നമുക്കെന്തുകൊണ്ടാ നാഗവനത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തത്? നമ്മൾ ഗരുഡ രൂപത്തിലായിരുന്നതുകൊണ്ട്. ഗരുഡ രൂപത്തിൽ നാഗവനത്തിലേക്ക് പ്രവേശിക്കുക എന്നത് അസാധ്യമാണ്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും?